സുഹൃത്തുക്കളെ, ഇത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ്. ചേർപ്പ് തായംകുളങ്ങര സെൻറ്ററിൽ ഇറങ്ങിയാൽ ഒരു 10 അടി കിഴക്കോട്ട് പോയാൽ ഇവിടെ നിങ്ങൾ 10 അടി നടന്നാൽ ഇത് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഇതിൻ്റെ പഞ്ചായത്ത് ഭോജനശാല, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭോജനശാലയാണ്. ഇവിടെ കുറേ പരസ്യങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലൂടെ ഒന്ന് പോവാം. ക്ലീൻ ചേർപ്പ്, വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗാന്ധിയുടെ പടം അവിടെ നിന്ന് തുടങ്ങുകയാണ്. ക്ലീൻ ചേർപ്പ്. ഒരു പയ്യൻ നിശ്ചൂലമായിട്ട് നിൽക്കുന്നു. ഉപയോഗശേഷം ബാക്കിയാകുന്നതല്ല മാലിന്യം, മറിച്ച് നാം അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് മാലിന്യം. അതിങ്ങനൊരു സംഭവമുണ്ട്. അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. മാലിന്യമുക്ത നവകേരളം. സ്നേഹിക്കാം നമുക്ക് പ്രകൃതിയെ. മാലിന്യത്തിൻ്റെ ഇന്നിൽ നിന്ന് ശുചിത്വത്തിൻ്റെ നാളെയിലേക്ക്. അരുതേ മാലിന്യം വലിച്ചെറിയരുതേ. ഹരിത കേരളത്തിനായി കൈകോർക്കാം. അരുതേ മാലിന്യം വലിച്ചെറിയരുതേ. ഹരിത കേരളത്തിനായി കൈകോർക്കാം. വീണ്ടും, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. നെക്സ്റ്റ്, അടുത്ത ഭാഗത്തേക്ക് കിടക്കാൻ. നല്ലൊരു ഭൂമിക്കായി മറക്കാതിരിക്കാം. ആർ. നല്ലൊരു ഭൂമിക്കായി മറക്കാതിരിക്കാം. ആർ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നല്ലൊരു ഭൂമിക്കായി മറക്കാതിരിക്കാം. ആർ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. വീണ്ടും പോകുന്നു. ഷൂട്ട് ചെയ്യുന്ന എൻ്റെ നിഴലാണത്. മാലിന്യമുക്ത നവകേരളം. മാലിന്യ നിർമ്മാർജ്ജനം നമ്മുടെ അടിസ്ഥാന ചുമതലകൾ. എത്ര തരം മാലിന്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റർ കാണിക്കുന്നത്. ജൈവ മാലിന്യം, അജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം. ഇത് ജൈവ മാലിന്യമാണ്. ഇത് നമ്മൾ ഈ പഴവർഗ്ഗങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന വേസ്റ്റാണ്. പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നതാണ് അജൈവ മാലിന്യം. ഇത് അപകടകരമായ മാലിന്യമാണ്. ഇത് ഗ്ലാസ്, കുപ്പി, ചില്ല്, അങ്ങനെ അത്ര സംഗതികളൊക്കെയാണ്. അയൺ ബോക്സിൻ്റെ പീസുകൾ വേസ്റ്റ് വരുന്നതാണ്. 1. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക. വീടായാലും വാണിജ്യ സ്ഥാപനങ്ങളായാലും ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അപകടകരമായ മാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ തരംതിരിക്കണം. നോ ഡ്രഗ്സ്. 2. നോ ടു ഡ്രഗ്സ്. തിരിച്ചിറങ്ങാൻ പ്രയാസമാണ്. നോ പറയുക. സേ നോ ടു ഡ്രഗ്സ്. നോ ടു ഡ്രഗ്സ്. സേ നോ ടു ഡ്രഗ്സ്. തിരിച്ചിറങ്ങാൻ പ്രയാസമാണ്. ഇത് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ദുരന്തങ്ങൾ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. വൃത്തി വീടിനലങ്കാരം, നാടിനഭിമാനം. വൃത്തി വീടിനലങ്കാരം, നാടിനഭിമാനം. വൃത്തി വീടിനലങ്കാരം, നാടിനഭിമാനം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബിന്നിൽ സംഗതികൾ ഇടാൻ പഠിക്കുക. നമുക്ക് നേടാം വൃത്തിയുള്ള വീട്, വൃത്തിയുള്ള പരിസരം, വൃത്തിയുള്ള നാട്. നമുക്ക് നേടാം വൃത്തിയുള്ള വീട്, വൃത്തിയുള്ള പരിസരം, വൃത്തിയുള്ള നാട്. ഹരിത കേരളത്തിനായി കൈകോർക്കാം. മാലിന്യം വലിച്ചെറിയരുത്, കത്തിക്കരുത്, ഒഴുക്കരുത്. മാലിന്യം വലിച്ചെറിയരുത്, കത്തിക്കരുത്, ഒഴുക്കരുത്. അരുത് മാലിന്യം വലിച്ചെറിയരുത്. അരുത്
മാലിന്യം വലിച്ചെറിയരുത്. അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. മാലിന്യമുക്ത നവകേരളം. അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. മാലിന്യമുക്ത നവകേരളം. മാലിന്യമുക്ത നവകേരളം. ഹായ്, താങ്ക് യു മൈ ഡിയർ ക്രോ. ഔട്ട്റീച്ച് ഡ്രോപ്പ്-ഇൻ സെൻറ്റർ ODIC. ജീവിതമാകണം ലഹരി, ജീവിത വിജയമാകണം ലക്ഷ്യം. ജീവിതമാകണം ലഹരി, ജീവിത വിജയമാകണം ലക്ഷ്യം. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം. മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം. ഹെൽപ്പിംഗ് ഹാൻഡ്. തിരികെ വരാം ജീവിതത്തിലേക്ക്. ഇത് ലഹരിയിൽപ്പെട്ട ഒരുത്തനെ പിടിച്ച് കയറ്റാൻ നോക്കുന്നതാണ്. തിരികെ വരാം ജീവിതത്തിലേക്ക്. ലഹരിയിൽ നിന്നും മോചനം നേടാൻ വിളിക്കാം 14405. 144005. 144005. 14405. 1 മെമ്മറി നിർത്താൻ ഏറ്റവും ബെസ്റ്റ് 1. 14 ആദ്യം അറ്റത്ത് 05 50 ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടു. പ്ലസ് നടുക്കിൽ 4. അപ്പോൾ 14405. 144 എന്ന് പറഞ്ഞാൽ ഒരു നിയമം തന്നെയാണല്ലോ. 14405. എത്ര സുന്ദരം എൻ്റെ ചേലുള്ള ചേർപ്പ്, എത്ര സുന്ദരം എൻ്റെ ചേലുള്ള ചേർപ്പ്. ചേർപ്പ് പഞ്ചായത്ത് പാഴ്വസ്തുക്കൾ വൃത്തിയാക്കി ഇനം തിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. എത്ര സുന്ദരം, എത്ര സുന്ദരം എൻ്റെ ചേലുള്ള ചേർപ്പ്. ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. ലഹരിയിൽ നിന്ന് മോചനം നേടാൻ വിളിക്കുക 14405. ലഹരിയോട് നോ പറയുന്ന നിങ്ങളാണ് ഹീറോ. ലഹരിയോട് നോ പറയുന്ന നിങ്ങളാണ് ഹീറോ. ഇങ്ങനെയാണ് സംഭവം. ഇത് പാർട്ടി ഓഫീസാണ്. CPIM ചെറുപ്പേരിയ കമ്മിറ്റി ഓഫീസിൻ്റെ മുൻപിൽ നിന്നിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്നത് മാലിന്യത്തെക്കുറിച്ച്, ലഹരിയെക്കുറിച്ചാണ്. എല്ലാം മാലിന്യമാണ്. മനസ്സിനകത്ത് നമുക്ക് നീതിബോധവും അങ്ങനെയുള്ള സമത്വ ബോധവും സ്വാതന്ത്ര്യബോധവും ഒക്കെയാണ് ലഹരിയായി മാറേണ്ടത്. നമ്മുടെ നീതിബോധം, നമ്മുടെ സമത്വബോധം, നമ്മുടെ സമരബോധം, നമ്മുടെ സ്വാതന്ത്ര്യബോധം, ആവിഷ്കാര സ്വാതന്ത്ര്യബോധം, ഇതൊക്കെയാണ് ശരിക്കും ലഹരി. ഈ സംഗതി നാച്ചുറലെല്ലാം ഉണ്ട്. ലഹരി തരുന്ന ചെടികളുണ്ട്, ഇലകളുണ്ട്. അതാണ് നമ്മളാരും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന അതല്ല ഈ കഞ്ചാവൊക്കെ. ഇതൊക്കെ പണ്ടത്തെ പുരാണങ്ങളിലൊക്കെ ഇതിൻ്റെ വലിയ വലിയ ചരിത്രങ്ങൾ കിടക്കുന്നുണ്ട്. അതൊക്കെ പ്രകൃതിദത്തമായി ജീവിക്കുമ്പോൾ ആ തണുപ്പിൽ, പച്ചയിൽ, അങ്ങനെയുള്ള കുളിർമയിൽ മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഓവർ സ്പീഡില്ലാത്തൊരു കാലഘട്ടമാണ്. ഒരുപാട് ലേസി ആയിട്ട് ജീവിക്കുന്നൊരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു, കാടിനോട് മല്ലടിച്ചുമൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഈ പോരാട്ട വീര്യത്തിന് വേറൊരു തലത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ നിലനിർത്താൻ അന്നൊക്കെ ഈ കാട്ടിലൊക്കെ കയറുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഈ ലഹരിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് കവിതകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് കലാസൃഷ്ടികൾ വന്നിട്ടുണ്ട്, ഒക്കെ സംഭവം. പക്ഷെ നമ്മുടെ ഈ കാലാവസ്ഥ മാറും തോറും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം പോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ അനാവശ്യമായിട്ട് ലഹരികളിൽ കുടുങ്ങിയിട്ട് അതിൽ നിന്ന് എന്തോ നിർവൃത്തി കിട്ടുമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്ന് പോലുള്ള സംഗതികൾ അല്ലെങ്കിൽ അതുപോലുള്ള ഡ്രഗ്സൊക്കെ അതിഭീകരമാണ്. നമുക്കറിയാം തെങ്ങിൻകള്ള് കൂടിയുണ്ട്. ശുദ്ധമായ തെങ്ങിൻകള്ള് എന്ന് പറഞ്ഞാൽ അത് ബോഡി ടെമ്പറേച്ചറിന് വളരെ അനിവാര്യമാണ് എന്ന് പറയുന്നവരുണ്ട്. ആദ്യകാലത്തൊക്കെ അന്തിക്കാടൊക്കെ നമുക്കറിയാം, കുരുമുളകൊക്കെ ഇട്ട് നല്ല രീതിയിൽ മരുന്നൊക്കെ ഇട്ട് വെച്ച് വൈകിട്ട് കഴിക്കുന്ന ചെത്തുകാരുടെ ചരിത്രമുണ്ട്. പക്ഷെ നമ്മൾ ശാസ്ത്രീയമല്ല നമ്മുടെ മദ്യപാന രീതി. നമ്മുടെ ലഹരിയുടെ ഒരു പരിപാടികളും ശാസ്ത്രീയമല്ല എന്നുള്ളതാണ്. ശാസ്ത്രീയമല്ലാത്തൊരു ജീവിതക്രമത്തിലൂടെ പോകുമ്പോഴാണ് ഈ ടെൻഷൻ കൂടുന്നു, സ്ട്രെസ്സ് കൂടുന്നു. അപ്പം നമുക്ക് തൽക്കാല ആശ്വാസത്തിനായിട്ട് ലഹരി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു തിയറി അനുസരിച്ച് ഇപ്പോൾ സായിപ്പന്മാർ ഉണ്ട് കള്ളു കുടിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ വളരെ സയൻറ്റിഫിക്കായിട്ടാണ് അവർ, സമയമെടുത്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാണ്ട് വാരി വലിച്ച് മൂന്നുന്ന പരിപാടിയില്ല. എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്, പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിനെ ചെയ്യേണ്ടത്. പൗരന്മാരെ എല്ലാം ഹെൽത്തി ആയിട്ട് പഠിപ്പിക്കുക. ആഹാരക്രമം പോലെ തന്നെയാണ്. അമിതമായാൽ അമൃതും വിഷമെന്ന് പറയുന്ന പോലെ അമിതമാകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ലഹരിയും വിഷമായി മാറുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അൺസയൻറ്റിഫിക്കായ ജീവിതക്രമത്തിലേക്ക് വരുന്നു? അൺസയൻറ്റിഫിക് എന്ന് പറയുമ്പോൾ അത് പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ ഒരു അസമത്വം നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ഒരുപാട് സ്ട്രെസ് ആളുകൾക്ക് വരുന്നുണ്ട്. ഡെയിലി ജോലിക്ക് പണിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ 2 അടിച്ച് വരാതെ നിവൃത്തിയില്ലാത്ത ഫിസിക്കൽ ലേബർ ചെയ്യുന്ന ആളുകളുണ്ട്. നിവൃത്തിയില്ല. നമ്മുടെ സൈന്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നതല്ലേ, ലഹരി പറഞ്ഞ പോലെ മദ്യമൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ഫിസിക്കലി ഫിറ്റാണ് ആ രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെ കൂടി കാണേണ്ടതുണ്ട്. ഞാൻ ചാക്കോടി അന്തിക്കാട് ഹെൽത്തി ആയിട്ടുള്ള ഉപയോഗം പഠിക്കുക എല്ലാ കാര്യത്തിലും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ മതിലിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് സംസാരിച്ചത് എന്തുകൊണ്ടാണ്? ഈ മതിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മതിലാണ്. ഒരുപാട് ക്യാപ്ഷൻസ് എഴുതി വച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ വീടിൻ്റെ അകത്തേക്കും മനസ്സിലേക്കും കൊണ്ടുപോയിട്ട് നമ്മളിതിനെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത് ചേർപ്പ് താങ്കളങ്ങനെ എത്തുന്നതിന് മുമ്പ് ഇങ്ങോട്ടുള്ളൊരു വഴിയാണ്, മിൽമയുടെ വഴിയാണ്. ഓക്കെ, ഞാൻ നിർത്തുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു, അരുത് മാലിന്യം വലിച്ചെറിയരുത്. ജീവിതമാകണം ലഹരി, ജീവിത വിജയമാകണം ലക്ഷ്യം. ജീവിതമാകണം ലഹരി, ജീവിത വിജയമാകണം ലക്ഷ്യം.